സോ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഒരു ടൈപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കോഷി ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ലെഷാൻഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഓക്കെ, ഇതിനെ ലെജൻഡറി എന്നാണ് എഴുതുന്നത്, പക്ഷെ നമ്മൾ വായിക്കുന്ന എന്താണ്, ലെഷാൻഡർ എന്നാണ്. നിങ്ങളിപ്പോ കോളേജിലൊക്കെ ലെജൻഡറി എന്നായിരിക്കും ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പൊ അങ്ങനെ വായിച്ചാലും മതി, പക്ഷേ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എന്ന് പറയുന്നത് ലെഷാൻഡർ എന്നാണ്. സോ ലെഷാൻഡർ ലീനിയർ ഇക്വേഷന്റെ ഫോം നിങ്ങൾ എപ്പോഴും ബേസിക്കലി പഠിച്ചു വെക്കുക. അത് കണ്ടാലേ നിങ്ങൾക്കത് ആ ഒരു ഇക്വേഷൻ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. പിന്നെ 1 മാർക്കിന് ഫോം ചോദിക്കാറുമുണ്ട്. ax plus b the whole raised to n into d raised to n y by dx raised to n plus k1 into ax plus b the whole raised to n minus 1 d raised to n minus 1 y by dx raised to n minus 1 plus etc kn into y is equal to capital X എന്നുള്ള രീതിയിൽ k എന്ന് പറയുന്ന ആൾക്കാർ കോൺസ്റ്റൻസും ക്യാപിറ്റൽ എക്സ് ഒരു ഫംഗ്ഷനും ആവുന്ന രീതിയിലാണ് എന്ത് വരുന്നത്, ലെഷാൻഡർ ലീനിയർ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ax plus b ക്ക് e raised to t എന്ന് കൊടുക്കുക. അപ്പൊ t എന്ന് പറയുന്നത് log of ax plus b ആയിരിക്കും. പിന്നെ d equal to d by dt ആണെങ്കിൽ ax plus b into dy by dx കണ്ടാൽ നിങ്ങൾ a dy എന്ന് കൊടുക്കുക. ഇതിന്റെ സ്ക്വയർ കിട്ടിക്കഴിഞ്ഞാൽ a square into d minus 1 y എന്ന് കൊടുക്കുക. ക്യൂബ് കിട്ടിക്കഴിഞ്ഞാൽ a cube into d minus 1 into d minus 2 y എന്ന് കൊടുക്കുക. ആ രീതിയിൽ നിങ്ങൾ എപ്പോഴും ചെയ്യുക. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ കൂടി നമുക്ക് സോൾവ് ചെയ്യാം. ഇത് കണ്ടോ, ഇത് കാണുമ്പോഴേ നിങ്ങൾക്ക് എന്ത് മനസ്സിലാകണം, ഇത് ഒരു ലെഷാൻഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് മനസ്സിലാവണം അല്ലെ. ആ 1 plus x the whole square 1 plus x കാണുമ്പോൾ. അപ്പൊ ഇവിടത്തെ ax plus b ഫോമിൽ എന്താ കിടക്കുന്നത്, ax plus b ഫോമിൽ കിടക്കുന്നത് x plus 1 ആണ്. സോ നമ്മളുടെ a എന്ന് പറയുന്നത് 1 ആണ്, b എന്ന് പറയുന്നത് 1 ആണ്. അത് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയെന്നേ ഉള്ളൂ. സോ ദിസ് ഈസ് എ ലെഷാൻഡർ ലീനിയർ ഇക്വേഷൻ. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് ലെഷാൻഡർ ലീനിയർ ഇക്വേഷൻ ആണെന്ന് എഴുതിയാലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷേ കോഷി ഇക്വേഷൻ ആണെങ്കിൽ കോഷി ഇക്വേഷൻ എന്നും, ലെഷാൻഡർ ഇക്വേഷൻ ആണെങ്കിൽ ലെഷാൻഡർ ഇക്വേഷൻ എന്നും, ബെർണോളി ഇക്വേഷൻ ആണെങ്കിൽ ബെർണോളി ഇക്വേഷൻ എന്നൊക്കെ എഴുതുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ചുകൂടി അറിയാമെന്ന് നോക്കുന്ന ആൾക്ക് തോന്നുകയും ചെയ്യും. എന്നിട്ട് നമ്മൾ എന്താ, ax plus b ക്ക് പകരം e raised to t കൊടുക്കാനാണ് പറഞ്ഞത്. സോ ഇവിടെ കിടക്കുന്ന 1 plus x ന് പകരം e raised to t. സോ t is equal to log of 1 plus x. d by dt ക്യാപിറ്റൽ d ആണെങ്കിൽ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതുവടെ, d into, ശരിക്കും എഴുതേണ്ടത് a സ്ക്വയർ ഇൻറ്റു d മൈനസ് 1 ആണ്. പക്ഷെ a എന്ന് പറയുന്നത് 1 ആണ് ഇവിടെ. അപ്പൊ 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 തന്നെയാണ്, അതുകൊണ്ടാണ് അത് എഴുതാത്തത് കേട്ടോ. അപ്പൊ ഒരു 2 ഒക്കെ വരുവാണെങ്കിൽ ഇവിടെ 2x കൂടെ വരുവാണെങ്കിൽ നമ്മളിവിടെ 2 സ്ക്വയർ എന്നൊക്കെ എഴുതേണ്ടി വരും, അത് മറന്നു പോരുത്. അപ്പൊ d ഇൻറ്റു d മൈനസ് 1 ഇൻറ്റു y പ്ലസ് dy, നമുക്ക് ഇതും dy 1 ഇൻറ്റു dy ആണ്, 1 ആയതുകൊണ്ട് നമ്മൾ എഴുതുന്നില്ല. dy പ്ലസ് y ഈസ് ഈക്വൽ ടു 2 സൈൻ ലോഗ് 1 പ്ലസ് എക്സിന് പകരം t കൊടുക്കുക. സോ 2 സൈൻ ടി എന്ന് വരും. തൊട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ d ഇൻറ്റു d സ്ക്വയർ മൈനസ് dy പ്ലസ് dy, മൈനസ് ഡിവൈയും പ്ലസ് ഡിവൈയും ക്യാൻസൽ ചെയ്യുന്നു. അപ്പൊ d സ്ക്വയർ പ്ലസ് y ഈസ് ഈക്വൽ ടു 2 സൈൻ ടി എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ? അത് നമ്മൾ y കളഞ്ഞു കഴിഞ്ഞാൽ d സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു y ഈക്വൽ ടു 2 സൈൻ ടി എന്ന് കിട്ടും. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഹോമോജീനിയസ് ഇക്വേഷൻ എഴുതി m സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ m സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് 1, ദാറ്റ് ഈസ് m ഈസ് പ്ലസ് ഓർ മൈനസ് i എന്ന് കിട്ടും അല്ലെ. ഇനി കോംപ്ലക്സ് ഇക്വേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് നമ്മൾ കോംപ്ലക്സ് നമ്പർ വരുമ്പോൾ ചെയ്യുന്നത്, കോംപ്ലക്സ് നമ്പർ വരുമ്പോൾ നമ്മൾ എന്താണ് എഴുതുന്നത്, നമ്മൾക്കറിയാം അല്ലെ. നമ്മൾ എഴുതുന്ന രീതി എന്ന് പറയുന്നത് cf ഈസ് ഈക്വൽ ടു c1 cos x പ്ലസ് c2 sin x, ഇങ്ങനെയാണ് അത് വരുന്നത്. കാരണം എന്താണ്, നമ്മൾ പഠിച്ചിട്ടുള്ളത് a പ്ലസ് ബി ഐ ഫോമിലാണ് നമ്മളുടെ സൊല്യൂഷൻ, a പ്ലസ് ഐ ബി ഫോമിലാണ് വരുന്നതെങ്കിൽ നമ്മളുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് e raised to ax into c1 cos bx പ്ലസ് c2 sin bx എന്നാണ് വരുന്നത്. കറക്റ്റ് അല്ലേ? അപ്പൊ ഇതിനകത്ത് ഇവിടെ a എന്ന് പറയുന്നത് 0 ആണ്, 0 പ്ലസ് ഓർ മൈനസ് ഐ ആണ് അല്ലെ, a പ്ലസ് ഓർ മൈനസ് ഐ ബി അല്ലെ. അപ്പൊ 0 എന്ന് പറയുന്ന സാധനം ആയതുകൊണ്ട് ഈ ടേം ഫുള്ള് 1 ആയിപ്പോയി. നെക്സ്റ്റ് b ക്ക് പകരം 1i ആണ്. സോ c1 cos 1x, ദാറ്റ് ഈസ് c1 cos x പ്ലസ് c2 sin x എന്ന് വന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമുക്ക് പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കാം. അപ്പൊ എന്താ, നമ്മൾ ആ ഇക്വേഷൻ ഒന്നുകൂടി എഴുതി. നമുക്ക് y ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ d സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു 2 സൈൻ ടി എന്ന് കിട്ടി. അപ്പോൾ d സ്ക്വയറിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് ഈ സാധനം കിടക്കുന്നതെങ്കിൽ നമ്മളിത് പഠിച്ചിട്ടുണ്ടല്ലേ, സൈൻ ax പ്ലസ് ബി ആകുമ്പോൾ 1 ബൈ എഫ് ഓഫ് മൈനസ് എ സ്ക്വയർ കൊടുക്കണം.
സോ എഫ് ഓഫ് ഡി സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ ഡി സ്ക്വയർ പ്ലസ് 1 ആണ്. ഇവിടെ എ എന്ന് പറയുന്നത് സൈൻ സംതിങ് അല്ലെ, സൈൻ എ എക്സ് പ്ലസ് ബി, ദാറ്റ് ഈസ് സൈൻ ഇവിടെ എക്സിന് വരും ടി ആകുമ്പോൾ സൈൻ എ ടി പ്ലസ് ബി. ടിയുടെ കോഎഫിഷ്യന്റ് ഇവിടെ എത്രയാണ്? 1 ആണ്. സോ എ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ മൈനസ് എ സ്ക്വയർ ആണ് കൊടുക്കേണ്ടത്. സോ മൈനസ് 1ന്റെ സ്ക്വയർ, സോ മൈനസ് 1 എന്ന് കിട്ടും. എഫ് ഓഫ് മൈനസ് 1 എന്ന് പറയുന്നത് മൈനസ് 1 പ്ലസ് 1 അല്ലെ, മൈനസ് 1ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? മൈനസ് 1ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് 1 ആണ് കിട്ടുന്നത്. അപ്പോൾ ഡി സ്ക്വയറിന് പകരം മൈനസ് 1 കൊടുക്കുമ്പോൾ മൈനസ് 1 പ്ലസ് 1 എന്തായി പോകും? 0 ആയി പോകും. ഇപ്പൊ 0 ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. 0 ആകുമ്പോൾ നമ്മൾ ഈ ഒരു സംഭവമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ ഡെറിവേറ്റീവ് എടുത്തിട്ടാണ് ബാക്കി ചെയ്യുന്നത്. സോ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? നോക്കിയേ, ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഈ രീതിയിലാണ് എഴുതുന്നത്. എക്സ് ഇൻറ്റു 1 ബൈ ഡെറിവേറ്റീവ് എടുക്കുക സൈൻ എ എക്സ് പ്ലസ് ബി. അപ്പോൾ ടി ഇൻറ്റു ഡെറിവേറ്റീവ് എടുത്തു 1 ഡിവൈഡഡ് ബൈ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2d 2 സൈൻ ടി. ഇത് ഡി സ്ക്വയർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ മൈനസ് എ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റൂ. പക്ഷെ ഇവിടെ ഡി സ്ക്വയർ അല്ല, 2d തന്നെയാണ് കിടക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഇത് അല്ലാതെ വേണം ചെയ്യാൻ. ടി ഇൻറ്റു 1 ബൈ 2d ഇൻറ്റു 2 സൈൻ ടി. അപ്പൊ 2ഉം 2ഉം ക്യാൻസൽ ആയി പോയി. 1 ബൈ ഡി ഇൻറ്റു സൈൻ ടി എന്ന് വരും. 1 ബൈ ഡി എന്ന് പറയുന്നത് ഇന്റഗ്രൽ ആണ്. സോ ടി ഇൻറ്റു ഇന്റഗ്രൽ സൈൻ ടി എന്ന് വരും. ഇന്റഗ്രൽ സൈൻ ടി എന്ന് പറയുന്നത് മൈനസ് കോസ് ടി ആണ് അല്ലെ. അപ്പൊ ഇന്റഗ്രൽ സൈൻ ടി എന്ന് പറയുമ്പോൾ മൈനസ് കോസ് ടി ആണ്. സോ മൈനസ് ടി കോസ് ടി എന്ന് വരും. സോ ഇതാണ് നമ്മളുടെ പർട്ടിക്കുലർ ഇന്റഗ്രൽ. അപ്പൊ പർട്ടിക്കുലർ ഇന്റഗ്രൽ ഞാൻ എടുത്ത് എഴുതുമ്പോൾ ടിക്ക് പകരം എക്സിന്റെ ടേമിലായി കഴിഞ്ഞാൽ ടി എന്ന് പറയുന്നത് ലോഗ് 1 പ്ലസ് എക്സ് ആണ്. കോസ് ഓഫ് ലോഗ് 1 പ്ലസ് എക്സ് എന്ന് വരും. സോ സൊല്യൂഷൻ എന്ന് പറയുന്നത് y ഈസ് ഈക്വൽ ടു കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രൽ ആണ്. നമ്മൾ കണ്ടുപിടിച്ച കോംപ്ലിമെന്ററി ഫംഗ്ഷൻ നമ്മൾ C1 കോസ് ടി എന്നാണ് പറഞ്ഞത്. ടി എന്ന് പറയുന്നത് എന്താണ്? ലോഗ് 1 പ്ലസ് എക്സ് ആണ് കേട്ടോ. നമ്മൾ C1 കോസ് നമ്മൾ ഇവിടെ ചെയ്തപ്പോൾ C1 കോസ് എക്സ് എന്നാണ് എഴുതിയത്. പക്ഷെ ഇവിടെ എന്താ വരുന്നത്? ടി ആണ് കേട്ടോ വരുന്നത്. C1 കോസ് ടി പ്ലസ് C2 സൈൻ ടി എന്നാണ് വരുന്നത്. അപ്പൊ ഈ ടി എന്ന് പറയുന്നത് ആരാണ്? ടി എന്ന് പറയുന്നത് C1 കോസ് ടി എന്ന് പറയുന്നത് ലോഗ് ഓഫ് 1 പ്ലസ് എക്സ് ആണ്. പ്ലസ് C2 പ്ലസ് C2 സൈൻ ലോഗ് ഓഫ് 1 പ്ലസ് എക്സ് എന്ന് വരും. ഇവനാണ് നമ്മളുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ആയിട്ട് അവിടെ കിട്ടേണ്ടിയിരുന്നത്. ടി എഴുതിയാൽ പോലെ ടി മാറ്റി എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം കേട്ടോ. സോ നമ്മൾ സൊല്യൂഷൻ എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. നമ്മളുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രൽ. ഈ രീതിയിലാണ് നിങ്ങൾ എന്ത് എഴുതേണ്ടത്? സൊല്യൂഷൻ എഴുതേണ്ടത്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഈ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ.